വാർത്തകൾ തുടരുന്നു. താരിഫ് യുദ്ധത്തിൽ ഇന്ത്യയുമായി ചർച്ചയാകാം എന്നുള്ള നിലപാടിലേക്കെത്തിയ അമേരിക്ക ഡൽഹിയിലേക്ക് പ്രതിനിധിയെ അയച്ചു. US ചീഫ് നെഗോഷിയേറ്റർ ബ്രണ്ടൻ ലിഞ്ചാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക ഇടപെടില്ല എന്നാണ് സൂചന. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി നിലപാട് മയപ്പെടുത്തിയെങ്കിലും ചില ഡിമാൻഡുകൾ ഇന്ത്യക്ക് മുന്നിൽ വെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനാണ് ഇപ്പോൾ ചേരുന്നത്. അഭിലാഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് പുനരാരംഭിക്കുന്ന സാഹചര്യത്തിലേക്കാണോ എത്തുന്നത്? അഭിലാഷ്, ഈ താരിഫ് യുദ്ധത്തിൽ അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള ഒരു നിലപാടിൽ, ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടിൽ ആ നിലപാട് മയപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ US നെഗോഷിയേറ്ററായിട്ടുള്ള ബ്രണ്ടൻ ലിഞ്ച് ന്യൂഡൽഹിയിൽ എത്തിയത്. ഇപ്പോൾ ഇന്ന് ചർച്ച നടക്കുകയാണ്, ഒറ്റ ദിവസത്തെ ചർച്ചയാണ് നടക്കുന്നത്. ഇതിൽ റഷ്യയുമായിട്ടുള്ള റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ കടുത്ത നിലപാടായിരുന്നു നേരത്തെ അമേരിക്ക എടുത്തിരുന്നെങ്കിൽ ഇത്തവണത്തെ ചർച്ചയിൽ അക്കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട്. പക്ഷേ അമേരിക്ക ഈ റഷ്യൻ എണ്ണ ഇന്ത്യ അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിരുന്നത് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഡയറി ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ധാരാളമായി ഇറക്കുമതി ചെയ്യണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം. പക്ഷേ ഇന്ത്യയുടെ കർഷകരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ എത്തിയാൽ, അതായത് അമേരിക്കയിൽ നിന്ന് ഡയറി അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്താൽ വലിയ രീതിയിലുള്ള ദുരിതമായിരിക്കും പിന്നീട് ഇന്ത്യയിലെ കർഷകർക്കുണ്ടാവുക. ഇന്ത്യൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയില്ല. ഇതുകൂടി അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ഒരു കടുത്ത നിലപാടെടുക്കാനുള്ള ഒരു കാരണമായി. എന്നാൽ ഇത്തവണ അമേരിക്ക നിലപാട് മയപ്പെടുത്തി ചോളം, അതുപോലെ ചോളവും ചീസും, ഈ രണ്ട് സാധനങ്ങളും മാത്രം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിൽ ചോളം എന്ന് പറയുന്നത് ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ചോളമാണ് അമേരിക്കയുടേത്. അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ പരിമിതികളുണ്ട്. കാരണം ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ ചോളം ഉപയോഗിക്കുന്നുമില്ല, അതുപോലെ കൃഷി ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാത്തൊരു സാധനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ പരിമിതികളുണ്ട്. മാത്രമല്ല ഇപ്പോൾ ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് ചോളം ഇറക്കുമതി ചെയ്താൽ ഇവിടുത്തെ കർഷകരുടെ ചോളത്തിന് വില കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ തൽക്കാലം അത്തരത്തിലേക്ക് നടപടിയിലേക്ക് പോകില്ല. അതുപോലെ തന്നെ ചീസിന്റെ കാര്യം പറഞ്ഞാലും ചീസ് അമേരിക്കയുടെ പ്രീമിയം ചീസുകളാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ബ്ലൂ വെയിൻഡ്, അതുപോലെ ആർട്ടിസണൽ, ഇത്തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ചീസാണ് അവർ ഇറക്കുമതി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അത് ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ 2 മുതൽ 5% ആളുകൾ മാത്രമേ ഈ ചീസുകൾ ഇന്ത്യയിൽ വാങ്ങുന്നുള്ളൂ, അവർ ഉപയോഗിക്കുന്നുള്ളൂ. മാത്രമല്ല ഈ ചീസുകൾ ഇറ്റലി, UK, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതും 30 മുതൽ 40% അവർ ചുങ്കം വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ രണ്ട് നിലപാടുകളും ഇന്ത്യക്ക് അംഗീകരിക്കാനാകുമെന്ന് കരുതുന്നില്ല. എന്തായാലും ഒരു ദിവസത്തെ ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ബ്രണ്ടൻ ലിഞ്ച് ഇന്ത്യയിൽ എത്തിയത്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ചർച്ച കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ചർച്ചയിൽ നടന്നത്, ഏതെങ്കിലും രീതിയിലുള്ളൊരു സമവായത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമ്പോൾ ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ അധിക താരിഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചർച്ചകൾക്ക് ശേഷമായിരിക്കും നമുക്ക് കൂടുതലായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് അഭിലാഷ് രാധാകൃഷ്ണൻ നൽകിയത്.